മകനായ അരുൺകുമാറിന് കഞ്ഞി വെച്ച് വെറും കഞ്ഞിയല്ല പാൽ കഞ്ഞി വെച്ച് കൊടുത്ത കള്ളനാണ് അച്യുതാനന്ദൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അച്യുതാനന്ദന്റെ മകനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. മക്കാബു ദ്വീപിൽ പോയിരിക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ മക്കാബു ദ്വീപിൽ? മക്കാബു ദ്വീപ് എന്ന് പറയുന്നത് 13 തവണയാണ് അച്യുതാനന്ദന്റെ മകൻ മക്കാബു ദ്വീപിലേക്ക് പോയിരിക്കുന്നത്. എന്തിനാ പോയിരിക്കുന്നത്? 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കാബു ദ്വീപിൽ 13 തവണയാണ് അച്യുതാനന്ദന്റെ മകൻ സന്ദർശനം നടത്തിയിരിക്കുന്നത്. എന്താ മക്കാബു ദ്വീപിൽ പരിപാടി? രണ്ട് ബിസിനസ്സേ ഉള്ളൂ. ഒന്ന് സെക്സ് ആണ്, വേറൊന്ന് ചൂതാട്ടമാണ്. ലോകത്ത് സെക്സ് മാഫിയയുടെ സുവർണ കേന്ദ്രമാണ് മക്കാബു ദ്വീപ്. ലോകത്ത് ചൂതാട്ട മാഫിയയുടെ സ്വർഗ കേന്ദ്രമാണ് മക്കാബു ദ്വീപ്. ആ മക്കാബു ദ്വീപിൽ അച്യുതാനന്ദന്റെ മകൻ കിട്ടിയ വൃത്തികേടുകളെ കുറിച്ച് പ്രസംഗിച്ചാൽ ഈ മൈക്ക് മാനനട്ടത്തിന് കേസ് കൊടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്യുതാനന്ദന്റെ മകന്റെ വികൃതിത്തരങ്ങൾ കേട്ടിട്ടാണല്ലോ സുകുമാർ അഴീക്കോട് മരിക്കുന്നതിന് മുമ്പ് അവസാനം നടത്തിയ വിഖ്യാതമായ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്. സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചു. പ്രഭാഷണ കലയുടെ പ്രഭവ കേന്ദ്രമായിരുന്ന സുകുമാർ അഴീക്കോട് പറഞ്ഞു, അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ വൃത്തികേടുകളെ കുറിച്ച് കേൾക്കുമ്പോ അച്ഛനാവാത്തതിൽ, മക്കളെ ജനിപ്പിക്കാത്തതിൽ, വിവാദം കഴിക്കാത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന് സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പറയിപ്പിച്ച അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അച്യുതാനന്ദൻ കള്ളന് കഞ്ഞി വെച്ച കള്ളനാ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുഴുവൻ കള്ളന്മാരാ. പിണറായി വിജയൻ 375 കോടിയുടെ ക്രിമിനൽ കേസ് പ്രതിയ. പിണറായി വിജയൻ മുഴുക്കള്ളനാണ്. കോടിയേരി ബാലകൃഷ്ണൻ മുക്കാക്കള്ളനാണ്. MA ബേബി അരക്കള്ളനാണ്. എളമരംകരി കാക്കള്ളനാണ്. കാക്കള്ളനും അരക്കള്ളനും മുക്കാക്കള്ളനും മുഴുക്കള്ളനും കള്ളന് കഞ്ഞി വെച്ച കള്ളനുമായി, കള്ളന്മാരുടെ കൂടാരമായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുക. അതുകൊണ്ട് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ട് പാർട്ടി രക്ഷപ്പെടില്ല. പിരിച്ചു വിട്ടാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ രക്ഷപ്പെടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അവശേഷിക്കുന്ന സഖാക്കൾ ഇന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കാർ ഞങ്ങളുടെ പ്രസംഗം സേവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. കാലഹരണപ്പെട്ട പ്രത്യാശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. ആ പഴകി വെച്ച പനയോളക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. ആ പ്രത്യാശാസ്ത്രത്തിൽ ലോകത്തിന് പ്രതീക്ഷയില്ല. ലോകം മുഴുവൻ നോക്കുന്നത് ഇന്ത്യ രാജ്യത്തെ കുറിച്ച്. നിങ്ങൾ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ആരധികാരത്തിൽ വരും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങൾ പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഇന്ത്യ ഭരിക്കുന്നതിനെ കുറിച്ചല്ല, ഞങ്ങൾ ലോകം ഭരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പാർട്ടി